ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ ഇന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. ദറ്റ് ഈസ് വാട്ട് യു കോൾ റിഡോക്സ് റിയാക്ഷൻസ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് നമ്മുടെ ഇപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും അതുപോലെ തന്നെ ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ദറ്റ് ഈസ് വാട്ട് യു കോൾ റിഡോക്സ് റിയാക്ഷൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ കമ്പസ്റ്റൻ റിയാക്ഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഇഫ് ഇറ്റ് അണ്ടർഗോ, നമ്മൾ പറയും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കമ്പസ്റ്റൻ, ഒരു ബേണിംഗ് പ്രോസസ് നടക്കുകയാണെങ്കിൽ ദോസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആർ നോൺ ആസ് കമ്പസ്റ്റൻ റിയാക്ഷൻ. അതുപോലെ വി ആർ ഫെമിലിയർ വിത്ത് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ, അല്ലെ? ഇപ്പോൾ നമ്മളൊരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ ഫോം എ പ്രസിപ്പിറ്റേറ്റ്, അങ്ങനെ ഒരു പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ വി വിൽ ഡിസ്കസ് അബൌട്ട് കോമ്പിനേഷൻ റിയാക്ഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതായത് എയും ബിയും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് സി എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. ദാറ്റ് ഈസ് വാട്ട് യു കോൾ കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് പറയുക. അതുപോലെ വി വിൽ ഡിസ്കസ് അബൌട്ട് ഡീകമ്പോസിഷൻ റിയാക്ഷൻസ്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാട്ടർ മോളിക്യൂൾ ഡീകമ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഡീകമ്പോസിഷൻ റിയാക്ഷനെ കുറിച്ച് നമുക്കറിയാം. സോ ഇൻ കെമിസ്ട്രി 9th-ലും 10th-ലും ഒക്കെ ആയിട്ട് we have already discussed about many types of reactions. അതില് നിങ്ങൾ അധികം കേട്ട് പരിചയമില്ലാത്ത എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. ദാറ്റ് ഈസ് വാട്ട് യു കോൾ റിഡോക്സ് റിയാക്ഷൻസ് എന്നുള്ളത്. അപ്പോൾ ഈ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ പറയും രണ്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് സൈമുൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയം ഈ രണ്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് നടക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുക. ഈ രണ്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് നോൺ ആസ്, നമ്മൾ പറയും ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയും. ആൻഡ് ദ അതർ ടൈപ്പ് ഓഫ് റിയാക്ഷൻ നമ്മൾ പറയും ദാറ്റ് ഈസ് വാട്ട് യു കോൾ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഈ രണ്ട് റിയാക്ഷൻസ് ഓക്സിഡേഷൻ അതുപോലെ തന്നെ റിഡക്ഷൻ, ഇത് രണ്ടിന്റെയും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് പറയുക? വി കോൾ ഇറ്റ് ആസ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ആർ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഇൻ വിച്ച് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ്. അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ റിഡോക്സ് റിയാക്ഷൻസിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ first you have to discuss about what is oxidation and what is reduction, അല്ലെ? റിഡക്ഷൻ എന്താണ്, ഓക്സിഡേഷൻ എന്താണ് എന്നറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ പറയുന്ന ഇവയുടെ കോമ്പിനേഷൻ ആയിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ പറയുക എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്ന് നമ്മൾ പറയും. ആൻഡ് അതിന്റെ ബേസിൽ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്താണ് എന്ന് പറയും. പിന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയും. And also we will discuss about how we can able to balance a redox reaction. നമ്മൾ സാധാരണ റിയാക്ഷൻസ് ബാലൻസ് ചെയ്യുന്നത് പോലെയല്ല ഒരു റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യുക. സോ ആ ബാലൻസിങ് എങ്ങനെയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഓവറോൾ ആയിട്ട് പറയുക. പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ഇൻ വിച്ച് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ്. ഇത് രണ്ടും നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുക. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന കാര്യം എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാം. അപ്പോ ഓക്സിഡേഷനെയും റിഡക്ഷനെയും ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഒന്നിലധികം മെത്തഡോളജീസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഏതാണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്ന് പറയാൻ വി ഹാവ് ടു യൂസ് മെനി ടൈപ്പ് ഓഫ് മെത്തഡോളജീസ്. ആ മെത്തഡോളജിയിലെ ഫസ്റ്റ് മെത്തഡോളജിയാണ് ദാറ്റ് ഈസ് വാട്ട് യു കോൾ ക്ലാസിക്കൽ കൺസെപ്റ്റ് എന്നുള്ളത്. ഓക്കെ, ഓക്സിഡേഷനെയും റിഡക്ഷനെയും ഡിഫൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് ദാറ്റ് ഈസ് വാട്ട് യു കോൾ ക്ലാസിക്കൽ കൺസെപ്റ്റ്. അപ്പോൾ എന്താണ് ക്ലാസിക്കൽ കൺസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സേ നമ്മളിപ്പോ എ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഇതിന് ഓക്സിഡേഷൻ നടക്കുന്നുവെങ്കിൽ, റിയാക്ഷനിൽ എ എന്ന് പറയുന്ന കോമ്പൗണ്ടിന് ഓക്സിഡേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഈ എയിലേക്ക് ഈ പറഞ്ഞതുപോലെ ഓക്സിജന്റെ അഡീഷൻ ഉണ്ടാവണം. ഓക്കെ, അപ്പോ നമുക്ക് സിംപ്ലി പറയാം ദാറ്റ് ഈസ് ഓക്സിഡേഷൻ ഈസ് എ പ്രോസസ് ഓഫ് addition of
ഓക്സിജൻ എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് ഓക്സിഡേഷൻ എന്ന് പറയുക. അതായത് എന്ന് പറഞ്ഞ കോമ്പൗണ്ടിലേക്ക് ഡയറക്റ്റ് ഓക്സിജൻ ആഡ് ചെയ്യപ്പെട്ടാൽ വി കോൾ ഇറ്റ് ആസ് വാട്ട്? എ വിൽ അണ്ടർഗോ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു വെക്കും. ഓക്കെ, അപ്പൊ അഡിഷൻ ഓഫ് ഓക്സിജൻ ടു എ സ്പീഷ്യസ് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു വെക്കുക. ഓക്കെ, അതുപോലെ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി ഈ പറയുന്ന ഓക്സിഡേഷനെ പറയാം. ഒന്നെങ്കിൽ അഡിഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണ്. അതല്ലെങ്കിൽ സേ ഈ എ എന്ന് പറഞ്ഞ കമ്പോണന്റിൽ നിന്ന് ഇഫ് ദർ ഈസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ സംഭവിച്ചാൽ, അതായത് എയിൽ നിന്ന് ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെയും നമ്മൾ എന്താണ് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് ഓക്സിഡേഷൻ എന്നാണ് പറഞ്ഞു വെക്കുക. അപ്പൊ ഓക്സിഡേഷൻ എന്നുള്ളതിനെ ക്ലാസിക്കൽ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ഓക്സിഡേഷൻ എന്നുള്ള പ്രോസസ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ്. നമ്മൾ പറയും എന്താണ്? ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാട്ട് യു കോൾ ദ അഡീഷൻ ഓഫ് ഓക്സിജൻ ആറ്റം ടു എ സ്പീഷ്യസ് എന്നുള്ളതിന് നമുക്ക് എന്ത് വിളിക്കാം? ഓക്സിഡേഷൻ എന്ന് പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എന്താണ്? ഇറ്റ് ഈസ് വാട്ട് യു കോൾ ദ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഫ്രം എ സ്പീഷ്യസ്. അതിന് നമുക്ക് എന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഓക്സിഡേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ക്ലാസിക്കൽ കൺസെപ്റ്റ് അനുസരിച്ച് ഓക്സിഡേഷനെ ഡിഫൈൻ ചെയ്യുക ഈ രണ്ട് രീതിയിലാണ്. either it is the addition of oxygen or it is the removal of hydrogen. ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഈ ക്ലാസിക്കൽ മെത്തേഡ് അനുസരിച്ച് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നേരെ റിവേഴ്സ് എടുത്താൽ മതി. അതായത് അഡീഷൻ ഓഫ് ഓക്സിജൻ ആയിരുന്നു ഓക്സിഡേഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്നുള്ളതിനെയാണ്, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം ടു എ സ്പീഷ്യസ് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് റിഡക്ഷൻ എന്ന് പറയുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആയിരുന്നു ഓക്സിഡേഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ദാറ്റ് ഈസ് വാട്ട് യു കോൾ റിമൂവൽ ഓഫ് ഓക്സിജൻ ഫ്രം എ സ്പീഷ്യസ് എന്നുള്ളതിനെയാണ് എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് റിഡക്ഷൻ എന്ന് പറയുക. ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ ക്ലാസിക്കൽ കൺസെപ്റ്റ് അനുസരിച്ച് എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്ന് പറഞ്ഞു വെക്കുക. അപ്പോ ഇത്രയേ ഉള്ളൂ. ഓക്സിഡേഷൻ മീൻസ് അഡിഷൻ ഓഫ് ഓക്സിജൻ, റിഡക്ഷൻ മീൻസ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ. അല്ലെങ്കിൽ നമ്മൾ ഇൻ ടേംസ് ഓഫ് റിമൂവൽ ഓഫ് സബ്സ്റ്റൻസ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു റിയാക്ഷനിൽ ഓക്സിജൻ റിമൂവ് ചെയ്താൽ വി കോൾ ഇറ്റ് ആസ് വാട്ട്? റിഡക്ഷൻ. ഒരു റിയാക്ഷനിൽ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് വാട്ട്? ഓക്സിഡേഷൻ. ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ ആദ്യമായിട്ട് എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസിക്കൽ കൺസെപ്റ്റ് അനുസരിച്ച് ഓക്സിഡേഷനെയും റിഡക്ഷനെയും നമ്മൾ ഡിഫൈൻ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റിയാക്ഷൻ എടുക്കുന്നു വിചാരിക്കുക. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ സിങ്കും കോപ്പർ ഓക്സൈഡും തമ്മിലുള്ള റിയാക്ഷൻ നമ്മൾ എടുക്കുകയാണ്. സോ ഈ റിയാക്ഷനിൽ രണ്ട് റിയേജന്റുകൾ, ഒന്ന് സിങ്ക് ആണ്, മറ്റൊന്ന് കോപ്പർ ഓക്സൈഡ് ആണ്. ഓക്കെ, ഇനി ഇവ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറുന്നു, ZnO ആയിട്ട് മാറുന്നു. ആൻഡ് കോപ്പർ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? കോപ്പർ ആയിട്ട് മാറുന്നു. അപ്പോ നമ്മൾ ഇവിടെ സിങ്കിന് സംഭവിച്ചത് ഈ റിയാക്ഷനിൽ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ റിയാക്ഷനിൽ സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറുമ്പോ സിങ്കിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യപ്പെടുകയല്ലേ ചെയ്തത്, അല്ലെ? അപ്പോ ഓക്സിജൻ ഇവിടെ ആഡ് ചെയ്യപ്പെട്ടത് ഏതിലേക്കാണ്? സിങ്കിലേക്കാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം സിങ്കിന് സംഭവിച്ചത് എന്താണെന്ന് പറയാം. ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഓക്സിഡേഷൻ പ്രോസസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ? അപ്പൊ സിങ്കിന് സംഭവിക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ഇനി നമ്മൾ കോപ്പറിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പറിന് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ കോപ്പർ ഓക്സൈഡ് എന്ന് പറയുന്നത് കോപ്പർ ആയിട്ട് മാറുന്നു, അല്ലെ? ഈ റിയാക്ഷനിൽ അപ്പൊ കോപ്പർ ഓക്സൈഡ് കോപ്പർ ആയിട്ട് മാറുമ്പോൾ ഇവിടെ ഓക്സിജൻ റിമൂവ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ പോലെ കോപ്പർ ഓക്സൈഡിന്റെ കേസിലാണ്. അപ്പോ റിമൂവൽ ഓഫ് ഓക്സിജൻ സംഭവിച്ചത് ആർക്കാണ്? ഈ പറഞ്ഞതുപോലെ കോപ്പർ ഓക്സൈഡിനാണ്. അപ്പൊ കോപ്പർ ഓക്സൈഡിന് സംഭവിച്ചത് എന്താണ് എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് വാട്ട് യു കോൾ റിഡക്ഷൻ ആണെന്ന് പറയാം. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചത് ആർക്കാണ്? സിങ്കിന്. റിഡക്ഷൻ സംഭവിച്ചത് ആർക്കാണ്? കോപ്പർ ഓക്സൈഡിന്. ക്ലിയർ ആണോ? ഇനി നമ്മൾ ഇതേപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് എക്സാമ്പിളില് FeCl3യും ഹൈഡ്രജനുമായിട്ടുള്ള റിയാക്ഷനാണ്.
എന്നിട്ട് അത് FeCl2 അതായത് ഫെറസ് ക്ലോറൈഡ് ആയിട്ട് മാറുന്നു, ഹൈഡ്രജൻ HCl ആയിട്ട് മാറുന്നു. ക്ലിയർ? ഇവിടുത്തെ രണ്ട് റിയേജന്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് FeCl3 ആണ്, മറ്റൊന്ന് എന്താണ്, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഹൈഡ്രജൻ ആണ്. അപ്പൊ ഇതില് ഏതാണ് റിഡക്ഷൻ ഏതാണ് ഓക്സിഡേഷൻ എന്ന് നമ്മൾ അനലൈസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും FeCl3 എന്ന് പറയുന്നതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു ക്ലോറിൻ ആറ്റം ഇവിടെ റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക, അല്ലെ ഒരു ക്ലോറിൻ ആറ്റം റിമൂവ് ചെയ്യപ്പെടുകയാണ്. ആൻഡ് ഹൈഡ്രജനിലേക്ക് ഈ ക്ലോറിൻ ആഡ് ചെയ്യപ്പെടുകയാണ്. ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഓക്സിജനോ ഹൈഡ്രജനോ ഇല്ലാത്ത റിയാക്ഷൻസിൽ എങ്ങനെ നമുക്ക് ഓക്സിഡേഷനും റിഡക്ഷനും പറയാം. ഫസ്റ്റ് റിയാക്ഷനിൽ ഓക്സിജൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഓക്സിജന്റെ അല്ലെങ്കിൽ ഹൈഡ്രജന്റെ ഒരു അഡീഷൻ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻസിന്റെ കേസിൽ നമ്മൾ അടുത്ത, അതായത് നമ്മുടെ ക്ലാസിക്കൽ കൺസെപ്റ്റിൽ തന്നെയുള്ള അടുത്തൊരു കാര്യത്തിലേക്ക് വരും. ദാറ്റ് ഈസ് ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ആണ്, അല്ലെ? അപ്പൊ ഓക്സിജനെ പോലെ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ആഡ് ചെയ്യപ്പെട്ടാൽ നമ്മൾ അതിനെ വിളിക്കുന്നത് ഓക്സിഡേഷൻ ആണ്. അതുപോലെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം ആണ്. അപ്പൊ ഒരു ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം ആഡ് ചെയ്യപ്പെട്ടാൽ നമ്മൾ പറയും ഇറ്റ് ഈസ് വാട്ട് ഈക്വൽ എന്താണ്, റിഡക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോ നമുക്ക് ഒന്നെങ്കിൽ ഹൈഡ്രജന്റെ അല്ലെങ്കിൽ ഓക്സിജനോ നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസിൽ അതിന്റെ ബേസിസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓക്സിഡേഷൻ റിഡക്ഷൻ പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഇറ്റ് ഈസ് ആൻ അഡീഷൻ ഓഫ് ആൻ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ്. ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് ഓക്സിഡേഷൻ എന്ന് പറയുക. നേരിട്ട് ഓക്സിജനോ ഹൈഡ്രജനോ ഇല്ലാത്ത റിയാക്ഷൻസിൽ നമുക്ക് ഓക്സിഡേഷൻ പറയാനായിട്ട് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. അതായത് അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണ്. ആൻഡ് റിഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയും എന്താണ്, ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഇറ്റ് ഈസ് ദ അഡീഷൻ ഓഫ് എന്തായിരിക്കും, ഒരു ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്. അതായത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രജനെ പോലെയുള്ള ഒരു ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ആഡ് ചെയ്യപ്പെട്ടാൽ നമ്മൾ പറയും ഇറ്റ് ഈസ് വാട്ട് യു കോൾ എന്താണ്, റിഡക്ഷൻ ആണ്. അതായത് ഇപ്പൊ ഈ ഒരു റിയാക്ഷനില് ഓക്സിജനോ ഹൈഡ്രജനോ ഇല്ല. അപ്പൊ നമുക്ക് പറയാം ഈ FeCl3 എന്ന് പറയുന്നതിൽ 3 ക്ലോറിൻ ആറ്റം ഉണ്ടായിരുന്നു. അത് FeCl2 ആയിട്ട് മാറിയപ്പോ അവിടെ റിമൂവൽ ഓഫ് എന്ത് സംഭവിച്ചു, ഒരു ക്ലോറിൻ ആറ്റം ആണ് സംഭവിച്ചത്, അല്ലെ? അപ്പോ അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ഓക്സിഡേഷൻ ആണെങ്കിൽ റിമൂവൽ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ആണ് ക്ലോറിൻ. ഇവിടെ നമുക്ക് പറയാം ഇറ്റ് ഈസ് വാട്ട് ഈക്വൽ എന്താണെന്ന്, ഈ പറയുന്ന റിഡക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഇനി ദാ ഹൈഡ്രജനിലേക്ക് ഈ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ എന്നുള്ളത് HCl ആയിട്ടാണ് മാറിയത് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനിലേക്ക് ഇവിടെ ക്ലോറിൻ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പോ ഇവിടെ അഡീഷൻ ഓഫ് ക്ലോറിൻ സംഭവിച്ചത് ഹൈഡ്രജൻ ആണ് എന്നുള്ളത് കൊണ്ട്, ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ആഡ് ചെയ്യപ്പെട്ടത് ഹൈഡ്രജനിലാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം ഇവിടെ ഹൈഡ്രജന് സംഭവിച്ചത് എന്താണെന്ന്, ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഓക്സിഡേഷൻ ആണ് എന്ന് പറയും. അപ്പോ ഒന്നെങ്കിൽ ഓക്സിജനോ ഹൈഡ്രജനോ ഉള്ള റിയാക്ഷൻസിൽ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം ഉള്ള റിയാക്ഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിക്കൽ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഓക്സിഡേഷനോ റിഡക്ഷനോ എന്താണ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ നമ്മുടെ തേർഡ് എക്സാമ്പിൾ നോക്കുക. അതായത് ഈ ഒരു എക്സാമ്പിളിൽ നോക്കിയാൽ അറിയാം, അതായത് ഇവിടെ H2S എന്ന് പറയുന്നത്, H2Sന് സംഭവിച്ചത് എന്താ, ദാറ്റ് ഈസ് ഈ പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറി, സൾഫർ ആയിട്ട് മാറി, അല്ലെ? അപ്പൊ H2S എന്ന് പറഞ്ഞ കോമ്പൗണ്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം ഹൈഡ്രജൻ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്, ഇവിടെ സൾഫർ ആയിട്ട് മാറിയപ്പോ നമുക്കറിയാം റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് ഓക്സിഡേഷൻ ആണ്. അപ്പൊ H2Sന് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈസ് വാട്ട് വി കോൾ ഓക്സിഡേഷൻ ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മള് ഓക്സിജൻ H2O ആയിട്ടാ മാറിയത്, അല്ലെ? അപ്പോ ഓക്സിജൻ എന്ന് പറയുന്നതിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെട്ടു. നമുക്കറിയാം ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെട്ടാൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, വി കോൾ ഇറ്റ് ആസ് റിഡക്ഷൻ എന്ന് പറയും. അപ്പൊ ഈ പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, വി ക്യാൻ കോൾ ഇറ്റ് ആസ് വാട്ട്, റിഡക്ഷൻ എന്ന് പറയാം. ഇവിടെ ഓക്സിഡേഷൻ നടന്നത് ആർക്കാണ്, H2Sന്. റിഡക്ഷൻ നടന്നത് ആർക്കാണ്, ഓക്സിജന്. സോ ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ് വേ ബൈ വിച്ച് വി ക്യാൻ ഏബിൾ ടു ഡിഫൈൻ വാട്ട് ഈസ് ഓക്സിഡേഷൻ, വാട്ട് ഈസ് റിഡക്ഷൻ. നമ്മൾ ഓക്സിജനോ ഹൈഡ്രജനോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റമോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ പോസിറ്റീവ് ആറ്റമോ നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസിൽ
നമുക്ക് ഈ ക്ലാസിക്കൽ കൺസെപ്റ്റ് അനുസരിച്ച് എന്ത് പറയാം, എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്ന് പറയാം. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഇനി നമുക്ക് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ റിയാക്ഷൻസിലും ഈ പറഞ്ഞതുപോലെ ഹൈഡ്രജൻ, ഓക്സിജൻ അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല അല്ലെ. അപ്പോ അങ്ങനെയുള്ള റിയാക്ഷൻസിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഓക്സിഡേഷനും റിഡക്ഷനും പറയുക? ദാറ്റ് ഈസ് എ സെക്കൻഡ് കൺസെപ്റ്റ്. ഫൈൻ. ക്ലാസിക്കൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ബൈ മീൻസ് ഓഫ് ഓക്സിജൻ, ഹൈഡ്രജൻ അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ്, ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം അത് ഉപയോഗിച്ച് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ പറഞ്ഞു. സോറി, ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുക നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ്. നേരിട്ട് ഈ ഓക്സിജനോ ഹൈഡ്രജനോ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റമോ ഇലക്ട്രോ പോസിറ്റീവ് ആറ്റമോ ഇല്ലാത്ത റിയാക്ഷൻസിന്റെ കേസിൽ എങ്ങനെ നമുക്ക് ഓക്സിഡേഷൻ റിഡക്ഷൻ പറയാം? അതിനാണ് നമ്മൾ നെക്സ്റ്റ് കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് വാട്ട് യു കോൾ, നമ്മൾ പറയും ഇലക്ട്രോണിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു വെക്കും. നമ്മൾ കുറച്ചുകൂടി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഈ ഇലക്ട്രോണിക് കൺസെപ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക ഓക്സിഡേഷൻ നമ്പർ ആണ്. പ്ലസ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്നൊരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്, ഈ ചാപ്റ്ററിന്റെ ഒരു കണക്ഷൻ ടോപ്പിക് ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ നോർമൽ കെമിസ്ട്രി ആസ്പെക്ട്സിൽ. അപ്പോൾ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഇലക്ട്രോണിക് കൺസെപ്റ്റ് എന്നുള്ളത്. സിമ്പിൾ ആണ്. ഇലക്ട്രോണിക് കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏത് എലമെന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ട്. ഓക്കെ, അതായത് ഒന്നെങ്കിൽ ഇലക്ട്രോൺ വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺ കൊടുക്കുന്നുണ്ട്. അതായത് ഇലക്ട്രോൺ ലോസ് ഓർ ഇലക്ട്രോൺ ഗെയിൻ എവിടെ ഉണ്ടാവുന്നുണ്ട്? ഏതൊരു ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ പ്രോസസ്സുകളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇലക്ട്രോൺസ് ഉപയോഗിച്ചിട്ട്, അതായത് ഇലക്ട്രോൺ വാങ്ങുകയാണോ ഇലക്ട്രോൺ കൊടുക്കുകയാണോ എന്നുള്ള ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞതുപോലെ ഓക്സിഡേഷനെയും റിഡക്ഷനെയും നമുക്ക് പറയാനായിട്ട് പറ്റും. സിമ്പിൾ ആണ്. നമ്മൾ പറയും ഇലക്ട്രോണിക് കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഓക്സിഡേഷൻ ഈസ് ദ ലോസ് ഓഫ് ഇലക്ട്രോൺ എന്ന് നമ്മൾ പറയും. റിഡക്ഷൻ ഈസ് ദ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, നിങ്ങൾ ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ ഈസ് എ പ്രോസസ് ഓഫ് റിമൂവൽ ഓർ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ആൻഡ് റിഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗെയിനിങ് ഓർ അഡീഷൻ ഓഫ് ഇലക്ട്രോൺ എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ പറഞ്ഞ പോലെ ഓക്സിഡേഷൻ, റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതായത് ഓക്സിഡേഷൻ ഈസ് ദ ലോസ് ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ ഈസ് ദ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫോം എന്ന് പറയാം. നിങ്ങൾ ഇതിനെ ഓയിൽ റിഗ് എന്ന് ഓർത്തിരിക്കുക. ഓയിൽ റിഗ്. ഓക്കെ, ഓയിൽ റിഗ്. അതായത് ഇലക്ട്രോണിക് കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഓർത്തിരിക്കുക, ഓയിൽ റിഗ്. ഓക്കെ, ഓയിൽ മീൻസ് എണ്ണ എന്നുള്ളതാണ്, റിഗ് മീൻസ് കുഴി എന്നുള്ളതാണ്, പിറ്റ് എന്നുള്ളതാണ് എന്റെ അർത്ഥം. അപ്പൊ ഓയിൽ റിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓയിൽ എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുക എന്ന് ചോദിച്ചാൽ, ഓയിൽ ഓക്സിഡേഷൻ ഈസ് ദ ലോസ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, അതായത് ഓക്സിഡേഷൻ ഈസ് ദ ലോസ് ഓഫ് ഇലക്ട്രോൺ എന്നുള്ളതാണ് നമ്മൾ ഓയിൽ എന്ന് പറയുക. ഓക്സിഡേഷൻ ഈസ് ദ ലോസ് ഓഫ് ഇലക്ട്രോൺ. ആൻഡ് റിഗ് എന്നുള്ളത് റിഡക്ഷൻ ഈസ് ദ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ എന്നോർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് കൺസെപ്റ്റ് പഠിക്കാൻ നിങ്ങൾ ഈ കഥയൊന്നും ഓർക്കണ്ട. സിംപ്ലി എന്തോർത്തിരിക്കുക? ഓയിൽ റിഗ് എന്നോർത്തിരിക്കുക. എന്താ ഓയിൽ റിഗ് എന്ന് വെച്ചാൽ, ഓക്സിഡേഷൻ ഈസ് ദ ലോസ് ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ ഈസ് ദ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. അതായത് ഇത്രയേ ഉള്ളൂ. സേ ഒരു റിയാക്ഷൻ ഇപ്പൊ എം എന്ന് പറഞ്ഞൊരു മെറ്റല്, ഓക്കെ, അത് ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് സേ എം മൈനസ് ആയിട്ട് മാറിയാൽ നമ്മൾ പറയും ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തത് കൊണ്ട് ഇറ്റ് ഈസ് വാട്ട് ഈക്വൽ എന്താണ്? എം മൈനസ് ആയിട്ട് മാറാൻ സാധ്യതയില്ല മെറ്റൽസ്. സോ സിംപ്ലി ഇങ്ങനെ എഴുതാം. അതായത് എം എൻ പ്ലസ് എന്ന് പറയുന്ന ഒരു അയോൺ ഉണ്ടെങ്കിൽ അത് ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് സേ എം എന്ന് പറഞ്ഞ മെറ്റൽ ആയിട്ട് മാറിയാൽ നമുക്ക് പറയാം ദിസ് ഇസ് വാട്ട് ഈക്വൽ, ദിസ് ഇസ് എ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ ആണ്. സോ ഈ എമ്മിന് സംഭവിച്ചത് എന്താണ്? റിഡക്ഷൻ ആണ് എന്ന് പറയും. അതുപോലെ സെയിം ഇപ്പോ എം എന്ന് പറഞ്ഞൊരു മെറ്റല് ഇലക്ട്രോണിനെ കൊടുത്തിട്ട് സേ എം എൻ പ്ലസ് ആയിട്ട് മാറിയാൽ നമ്മൾ പറയും ഈ മെറ്റലിന് സംഭവിച്ചത് എന്താണ്? ലൂസ് ഇലക്ട്രോൺ എന്നുള്ളതാണ്. സോ ലൂസ് ഓഫ് ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓക്സിഡേഷൻ. സോ ദിസ് ഫസ്റ്റ് റിയാക്ഷൻ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിഡക്ഷൻ എന്ന് വിളിക്കുക. ദിസ് ഇസ് നോൺ ആസ് വാട്ട്? ഓക്സിഡേഷൻ.
ക്ലിയർ ആണോ? അപ്പോ ഏതൊരു റിയാക്ഷൻ ആണെങ്കിലും ഇലക്ട്രോണിനെ കൊടുത്താൽ, ഒരു സ്പീഷീസ് ഇലക്ട്രോണിനെ കൊടുത്താൽ that is known as oxidation. ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ that is known as reduction. അപ്പോ by means of loss or gain of electron നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിഡേഷനെയും റിഡക്ഷനെയും ഡിഫൈൻ ചെയ്യാം. ക്ലിയർ ആണോ? ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്നുള്ളതിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കുന്നു എന്ന് വിചാരിക്കുക. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ കോപ്പറും സിൽവറും തമ്മിലുള്ള റിയാക്ഷൻ നോക്കുകയാണ്. ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ കോപ്പർ സോളിഡ് സ്റ്റേറ്റിലാണ് അല്ലെ. കോപ്പർ എന്തായിട്ട് മാറി? 2+ ആയിട്ട് മാറി. നമുക്കറിയാം കോപ്പർ 2+ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഇത് ഇലക്ട്രോണിനെ കൊടുക്കണം. അപ്പൊ ഇലക്ട്രോണിനെ കൊടുത്തിട്ടാണ് കോപ്പർ എന്ത് ചെയ്യുക? 2+ ആയിട്ട് മാറുക. സോ ഇലക്ട്രോണിനെ കൊടുത്താൽ ഓക്സിഡേഷൻ ഈസ് എ ലോസ് ഓഫ് ഇലക്ട്രോൺ അല്ലെ, റിഡക്ഷൻ ഈസ് ദ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ കൊടുത്താൽ ഈ കോപ്പറിന് സംഭവിക്കുക എന്താണ്? ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം. ആൻഡ് സിൽവർ, ഇവിടെ റിയാക്ടന്റ് സൈഡിൽ സിൽവർ പ്ലസ് ആയിരുന്നു, അതെന്തായിട്ട് മാറി? സിൽവർ എന്ന് പറയുന്ന മെറ്റൽ ആയിട്ട് മാറി. അപ്പൊ പോസിറ്റീവ് ചാർജ് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ സംഭവിക്കണം അല്ലെ. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഈ നടക്കുന്ന പ്രോസസ്സിനെ, അല്ലെങ്കിൽ സിൽവർ പ്ലസ് എന്ന് പറയുന്ന സിൽവർ അയോണിന് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് പറയാം? ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ ആണ്, ഇല്ലെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് യു കോൾ റിഡക്ഷൻ ആണ് എന്ന് പറയാം. ക്ലിയർ? ഇനി ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്നു എന്നുള്ളത് കൊണ്ട്, അതായത് ഓക്സിഡേഷനും അതുപോലെ റിഡക്ഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരേ റിയാക്ഷൻ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് റിയാക്ഷൻ ഈസ് വാട്ട്? ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ് എന്ന് പറയാം. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ഓക്കെ ആണോ? ഇനി മറ്റൊരു എക്സാമ്പിൾ, നിങ്ങൾ കൊബാൾട്ടും നിക്കലും തമ്മിലുള്ള റിയാക്ഷൻ നോക്കുക. ഇവിടെ കൊബാൾട്ട് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്, അത് 2+ എന്ന് പറയുന്ന ഒരു അയോണിക് സ്റ്റേറ്റിലേക്ക് മാറുന്നു. പോസിറ്റീവ് ചാർജ് ഉണ്ടാവണമെങ്കിൽ ഇറ്റ് ഷുഡ് ലൂസ് ഇലക്ട്രോൺ. അപ്പൊ അങ്ങനെ ഇലക്ട്രോൺ റിലീസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? അത് 2+ ആയിട്ട് മാറുക. അതുകൊണ്ട് നമുക്കറിയാം കൊബാൾട്ടിന് സംഭവിക്കുന്നത് എന്താണ്? ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ ആണ് എന്ന് പറയാം. ആൻഡ് നിക്കല് 2+ നിന്ന് നിക്കൽ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് മാറുന്നു. എന്ന് വെച്ചാൽ അവിടെ ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക അല്ലെ. അതായത് നിക്കൽ 2+ നിക്കലായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ അത് എത്ര ഇലക്ട്രോണിനെ വാങ്ങിക്കണം? 2 ഇലക്ട്രോണിനെ വാങ്ങിച്ചാലാണ് നിക്കലായിട്ട് മാറുക. അപ്പൊ 2 ഇലക്ട്രോണിന് നിക്കൽ വാങ്ങുന്നു എന്നുള്ളത് കൊണ്ട് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ സംഭവിക്കുന്ന നിക്കലായതുകൊണ്ട് നമ്മൾ പറയും നിക്കൽ 2+ എന്താണ്? റെഡ്യൂസ്ഡ് ടു നിക്കൽ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് ഇലക്ട്രോണിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു വെക്കുക. പ്രധാനപ്പെട്ട 2 കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാ? ഒന്ന് ക്ലാസിക്കൽ കൺസെപ്റ്റും അതുപോലെ തന്നെ ഇലക്ട്രോണിക് കൺസെപ്റ്റും. ക്ലിയർ? ഓക്കെ ആണോ? ഇനി നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ റിയാക്ഷൻ, നമ്മളിപ്പോ പറഞ്ഞ ആദ്യത്തെ റിയാക്ഷൻ നമ്മൾ അയോൺസ് ആയിട്ട് ഇവിടെ എഴുതുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക ഈ പറയുന്ന റിയാക്ഷൻ ഇങ്ങനെയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ റിയാക്ഷനിലും ഇലക്ട്രോൺ ആര് വാങ്ങിച്ചു, ഇലക്ട്രോൺ ആര് കൊടുത്തു എന്നുള്ള കാര്യം വൃത്തിയായിട്ട് നമുക്ക് അറിയാം എന്നുണ്ടെങ്കിലാണ്, ആ റിയാക്ഷനെ കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഏതിന് ഓക്സിഡേഷൻ ഏതിന് റിഡക്ഷൻ എന്നുള്ളത് ഇലക്ട്രോണിക് കൺസെപ്റ്റ് അനുസരിച്ച് പറയാൻ പറ്റുക. ഓക്കെ. ചില റിയാക്ഷൻസിന്റെ കേസിൽ നമ്മൾ ഈ പറയുന്ന ചാർജുകൾ കാണിക്കാതെ റിയാക്ഷൻ എഴുതും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ റിയാക്ഷൻ തന്നെ നമ്മൾ ഇങ്ങനെ എഴുതുന്നു എന്ന് വിചാരിക്കുക. കോപ്പർ പ്ലസ് AgNO3 എന്ന് പറയുന്ന ഗീവ്സ് CuNO3 twice plus Ag. ഇങ്ങനെ എഴുതിയാൽ ഇവിടെ നമുക്ക് അയോൺസ് ഇല്ല അല്ലെ. അതായത് ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ ആണോ ലൂസ് ആണോ എന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻസിന്റെ കേസിൽ നമ്മൾ ഈ സിൽവറിന്റെ ഇവിടുത്തെ, അല്ലെങ്കിൽ സിൽവർ ഈ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയപ്പോ അതിന് ഇലക്ട്രോൺ ലോസ് ആണോ ഗെയിൻ ആണോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് വേണം. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ, അതായത് നമ്മൾ ഈ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് കാണിക്കാൻ പല റിയാക്ഷൻസും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻസിന്റെ കേസിൽ നമ്മൾ മറ്റൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ, അതായത് ഇലക്ട്രോൺ ലോസ് ആണോ ഇലക്ട്രോൺ ഗെയിൻ ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഓരോ എലമെന്റുകളുടെയും കേസിൽ നമുക്ക് ആ ഒരു എലമെന്റിന്റെ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ
അത് ഇലക്ട്രോൺ വാങ്ങിച്ചിട്ടാണോ കോമ്പൗണ്ട് ഫോം ചെയ്യുക, ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ടാണോ കോമ്പൗണ്ട് ഫോം ചെയ്യുക എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. സോ അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഓക്സിഡേഷൻ നമ്പർ എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഇനി റെഡോക്സ് റിയാക്ഷനിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഓക്സിഡേഷൻ നമ്പർ. നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ്? ദാറ്റ് ഈസ് വാട്ട് വി കോൾ, ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ എഴുതി കാണിച്ചില്ല എങ്കിൽ, ചാർജുകൾ ഇങ്ങനെ കാണിച്ചിട്ടില്ല എത്ര റിയാക്ഷൻസിന്റെ കേസിൽ എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ ഓക്സിഡേഷൻ നമ്പർ ഉപയോഗിച്ചിട്ട് ഏത് ഓക്സിഡേഷൻ ഏത് റിഡക്ഷൻ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? ഓക്സിഡേഷൻ നമ്പർ എന്നൊരു കാര്യത്തെ കുറിച്ചാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ വി വിൽ സീ ബൈ ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ, താങ്ക് യു.